I, Rajendra Vishwanath Arlekar, do swear in the name of God that I will faithfully execute the office of Governor of Kerala and will, to the best of my ability, preserve, protect, and defend the Constitution of India and the law, and that I will devote myself to the service and well-being of the people of Kerala. കേരളത്തിന്റെ 23ാമത് ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റിരിക്കുകയാണ്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുക ജന്താറാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. വിവരങ്ങളുമായി ഇപ്പോൾ VS അനു ചേർന്നു. അനു, മുഖ്യമന്ത്രി, മന്ത്രിമാർ, സ്പീക്കർ, അങ്ങനെ ഒരു പ്രൗഢഗംഭീരമായ സദസ്സ് തന്നെയായിരുന്നു അല്ലേ? ഗവർണറായി ചുമതലയേറ്റ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ ഗവർണർ, മുഖ്യമന്ത്രി, അതുകൂടാതെ തന്നെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ളവർ അനുമോദിക്കുന്നതാണ് ഇപ്പോൾ നടക്കുന്നത്. സത്യപ്രതിജ്ഞ ചടങ്ങ് ഔദ്യോഗികമായി അത് അവസാനിച്ചിരിക്കുന്നു. ഏറ്റവും പ്രധാനം പുതിയ ഗവർണറായി ചുമതലയേറ്റ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അദ്ദേഹത്തിന്റെ പത്നിക്കൊപ്പമാണ് ഈ സദസ്സ് വേദിയിലേക്ക് എത്തിയത്. ഗവർണർ, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, അതുകൂടാതെ നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ, മന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെ രാജ്ഭവനിലെ ഈ പ്രത്യേക ചടങ്ങിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ മന്ത്രിമാർ ഗവർണറെ നേരിൽ കണ്ട് അനുമോദനങ്ങൾ അർപ്പിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മന്ത്രി V ശിവൻകുട്ടി, അതുകൂടാതെ ഇപ്പോൾ വ്യവസായ മന്ത്രി P രാജീവ്, മുഖ്യമന്ത്രിയാണ് ഇവരെ പരിചയപ്പെടുത്തുന്നത്. കടന്നപ്പള്ളി രാമചന്ദ്രൻ ഇപ്പോൾ ഗവർണറോട് അദ്ദേഹം തന്റെ ആശംസകൾ നേരുന്നു. റോഷി അഗസ്റ്റാണ് പൂച്ചെണ്ട് നൽകി ഗവർണർക്ക് അദ്ദേഹം ആശംസകൾ നൽകുന്നത്. അതിന് തൊട്ടു പിന്നാലെ സംസ്ഥാനത്തിന്റെ മന്ത്രി മുഹമ്മദ് റിയാസ് ഇപ്പോൾ ഗവർണറെ കണ്ട് ആശംസകൾ നേരുന്നു. T ബാലഗോപാലാണ് അതിനുശേഷം ഇപ്പോൾ ഗവർണർക്ക് ഈ തരത്തിലുള്ള ആശംസ നേരുന്നത്. ഇതിന് പിന്നാലെ K കൃഷ്ണൻകുട്ടി, GR അനിൽ ഉൾപ്പെടെയുള്ളവർ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ബംഗാൾ ഗവർണറായിട്ടുള്ള CV ആനന്ദ് ബോസും ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. മന്ത്രി GR അനിലിന് പിന്നാലെ ഇപ്പോൾ മറ്റു ബംഗാൾ ഗവർണറായിട്ടുള്ള CV ആനന്ദ് ബോസാണ് RV ആർലേക്കറിന് പ്രസ്താവന നൽകി ആശംസകൾ അറിയിക്കുന്നത്. മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുമായി അദ്ദേഹം വിശേഷങ്ങൾ പങ്കിടുന്നുണ്ട്. അതിന് തൊട്ടു പിന്നാലെ തിരുവനന്തപുരത്തിന്റെ MP ആയിട്ടുള്ള ശശി തരൂർ അദ്ദേഹം ഗവർണർക്ക് ആശംസകൾ നേരാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ, സംസ്ഥാനത്തെ പ്രമുഖരായ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. DGP ഇപ്പോൾ നിലവിൽ തിരുവനന്തപുരത്തുള്ള DGPയുടെ സംസ്ഥാന പോലീസ് മേധാവിയുടെ ചുമതല വഹിക്കുന്ന ക്രമസമാധാന ചുമതലയുള്ള ADGP മനോജ് എബ്രഹാം, ജയിൽ മേധാവി ഷേഖ് ദർവേ സാഹിബ് ഉൾപ്പെടെയുള്ള ഇന്റലിജൻസ് മേധാവി P വിജയൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരൊക്കെ തന്നെ ഇപ്പോൾ ഈ സംസ്ഥാനത്തിന്റെ പുതിയ ഗവർണറായി എത്തുന്ന RV ആർലേക്കറിന് ആശംസ അറിയിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രൗഢഗംഭീരമായ ഒരു സദസ്സ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഏതായിരുന്നാലും സത്യപ്രതിജ്ഞ ചടങ്ങ്, അതിന്റെ ഔദ്യോഗികമായ ചടങ്ങുകൾ കഴിഞ്ഞിരിക്കുന്നു. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഗവർണർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. ആ ചടങ്ങ് അവസാനിച്ചിരിക്കുന്നു. ഇപ്പോൾ മറ്റ് ഈ ആശംസകൾ അറിയിക്കുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്.